ഞങ്ങൾ ഇന്നൊരു യാത്ര പോവാണ് കേട്ടോ. എന്ന് പറഞ്ഞ് തുടങ്ങേണ്ട ആവശ്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ വണ്ടി ഇങ്ങനെ പോകുന്നത് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ ഇന്നൊരു യാത്ര പോവുകയാണ്. ഇത് കുറച്ചധികം വൈകിപ്പോയൊരു വീഡിയോ ആണ് കേട്ടോ. വിഷുവിൻ്റെ പിറ്റേ ദിവസം ഞങ്ങളും ചേച്ചിമാരൊക്കെ ഒത്തുകൂടിയപ്പോൾ ഒന്ന് കരിയാത്തുംപാറ പോയാലോ എന്ന് വിചാരിച്ചിരുന്നു. ഇത് അന്നൊന്നും തുടങ്ങിയ ആഗ്രഹമല്ല കേട്ടോ. കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ കരിയാത്തുംപാറ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ പോകാൻ നിൽക്കുന്ന സമയത്താണെങ്കിൽ ചിലപ്പോൾ അവിടെ അടച്ചിട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവിടെ തുറക്കുന്ന സമയത്ത് പല കാരണങ്ങളുകൊണ്ടും ഞങ്ങൾക്കും പോകാൻ പറ്റാറില്ല. അപ്പോൾ ഇന്ന് എന്തായാലും കരിയാത്തുംപാറ പോകണമെന്ന് വിചാരിച്ച് തന്നെ ഇറങ്ങിയതാണ്. ഈ വണ്ടിയിലിരുന്ന് ഇങ്ങനെ ആടിക്കളിക്കുന്നത് നമ്മുടെ ജാനിക്കുട്ടിയാണ് കേട്ടോ. അങ്ങനെ 2 അമ്മമാരും എൻ്റെ 2 ചേച്ചിമാരും അവരെ മക്കളും ഹസ്ബൻഡും ഒക്കെ ആയിട്ട് വണ്ടിയിലിരുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞ് പോകാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോവാണ്. ഈ കരിയാത്തുംപാറയെ കുറിച്ച് പറയുമ്പോൾ എനിക്കിങ്ങനെ പഴയ കാലത്തെ കുറച്ച് ഓർമ്മകളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരും. ഞങ്ങളുടെ കല്യാണം എന്ന് പറയുമ്പോൾ ഒരു കൊറോണ കല്യാണമായിരുന്നു. കൊറോണ ഇങ്ങനെ അടക്കി വാഴുന്ന സമയത്തായിരുന്നു ഞങ്ങളുടെ കല്യാണം. അധികം ആൾക്കാർക്കൊന്നും പങ്കെടുക്കാൻ പറ്റാത്ത ഒരു കല്യാണമായിരുന്നു. ആദ്യം ഒരു ഡേറ്റ് മാറ്റി, പിന്നെയും കൊറോണ വിട്ടു പോകാത്തതുകൊണ്ട് ഞങ്ങൾ തോറ്റു കൊടുത്തു. അവസാനം കല്യാണം കഴിക്കുകയാണ് ചെയ്തത്. അന്ന് കല്യാണത്തിൻ്റെ തലേ ദിവസം 50 പേർക്ക് പങ്കെടുക്കാൻ പറ്റുന്നപ്പോൾ നമുക്ക് കുറച്ച് ബന്ധുക്കളൊക്കെ കിട്ടി. മാലയൊക്കെ കഷ്ടിച്ച് ഒക്കെ ഒപ്പിച്ചെടുത്തൊരു കല്യാണമായിരുന്നു. കല്യാണം കഴിഞ്ഞ സമയത്ത് നമുക്ക് അധിക സ്ഥലങ്ങളൊന്നും പോകാൻ പറ്റിയിട്ടില്ല. കാരണം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ അടഞ്ഞു കിടക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പല സ്ഥലങ്ങളും പോയി നിരാശയോടെ തിരിച്ചു വന്നതിന് ശേഷം രണ്ടും കൽപ്പിച്ചൊരു യാത്ര പോയി. കോഴിക്കോട് ഒരു സ്ഥലത്ത് പായൽ വിരിഞ്ഞിട്ടുണ്ടെന്ന് കേട്ടപ്പം ബൈക്ക് എടുത്ത് പോയതാണ്. പിന്നെ വഴിയിൽ കരിയാത്തുംപാറേൻ്റെ ബോർഡ് കണ്ടപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബ് എടുത്ത് സെർച്ച് ചെയ്യായിരുന്നു പല സ്ഥലങ്ങളും. അപ്പോൾ അങ്ങനെ ഞാൻ കരിയാത്തുംപാറ കോഴിക്കോടിൻ്റെ കാശ്മീർ സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ പറഞ്ഞ് കണ്ടിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത്. ഞാൻ ബോർഡ് കണ്ടപ്പോൾ ഏട്ടനോട് പറഞ്ഞു, ഏട്ടൻ ഇവിടെ അടുത്താണ് നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ ആ സ്ഥലത്തിനെ പറ്റി അങ്ങനെ കേട്ടിട്ടില്ല, ആരും പോയതായിട്ടും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ അങ്ങനെ സ്ഥലമുണ്ടോ, നമ്മളതുവരെ പോയിട്ട് ഇനി എന്തെങ്കിലും ഉണ്ടോ ഉറപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എന്തായാലും വേണ്ടില്ല, നമുക്ക് പോയി നോക്കാമെന്നും പറഞ്ഞ് പോയൊരു സ്ഥലമാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമായിപ്പോയി. ഇവിടെ അന്ന് ഞാൻ വന്നപ്പോൾ ടിക്കറ്റ് സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വിചാരിക്കും ചെയ്തു ഇത്ര ഭംഗിയുള്ള സ്ഥലമായിട്ട് ടിക്കറ്റൊന്നും ഇല്ലല്ലോ എന്ന്. ശരിക്കും പറഞ്ഞാൽ ഒരു യൂറോപ്യൻ രാജ്യത്ത് ചെന്ന പോലെ കാശ്മീർ ചെന്ന പോലെയൊക്കെയാണ് തോന്നിയത്. ഞാൻ 2 സ്ഥലത്തും പോയിട്ടില്ല, എന്നാലും നമ്മൾ ഈ ഫോട്ടോസിലൊക്കെ കാണൂലേ, അങ്ങനെ ഒരു തോന്നലായിരുന്നു. ഇവിടെ ഇന്നിപ്പോൾ ടിക്കറ്റൊക്കെ ഉണ്ട്. മുതിർന്ന ആൾക്കാർക്ക് 30 രൂപയാണ്, ചെറിയ മക്കൾക്ക് 10 രൂപ, സീനിയർ സിറ്റിസൺ 60 വയസ്സിന് മേലുള്ള ആൾക്കാർക്ക്, അവർ തന്നെയാണ് സീനിയർ സിറ്റിസൺ, അവർക്ക് എത്ര രൂപയാണ്, 15 രൂപയാണ് ഇവിടുത്തെ ചാർജ്. പിന്നെ നമ്മളിവിടുന്ന് ഫോട്ടോഗ്രാഫിയൊക്കെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫിക്കും ഒക്കെ ക്യാഷ് ഉണ്ട്, ചാർജ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ അവർ പറയുന്നുണ്ട് ഈ 30 രൂപയ്ക്ക് നമ്മൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടിക്കറ്റിൽ നമുക്ക് തോണിക്കടവിലും കൂടി പോകാൻ പറ്റും. രാവിലെ 9 മണി മുതൽ 5:30 വരെയാണ് കേട്ടോ നമുക്ക് ഇവിടേക്ക് കടക്കാനുള്ളൊരു സമയം. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ബാത്റൂം സൗകര്യങ്ങളൊന്നും ഇല്ല. അപ്പം അതിനനുസരിച്ചിട്ട് നമ്മൾ മുൻകരുതലുകൾ എടുത്തിട്ടൊക്കെ വരിക. ഇവിടെ അമ്മയും ചേച്ചീൻ്റെ മോനൊക്കെ ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. അവർ ചൂടല്ലേ, അപ്പോൾ ഒന്ന് കൂളാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട്. നമ്മൾ എത്തിയപ്പോൾ തന്നെ 4 മണി കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കാട്ടുപോത്തുകളൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. അപ്പം മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അവരധിക സമയം ഇവിടെ നിൽക്കാൻ സമ്മതിക്കൂല. അപ്പം നമുക്കായാലും പേടിയാണ്, അയ്യോ കാട്ടുപോത്തൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് ഈശ്വര. എന്നാലും അവർ പറയുമ്പോൾ നമ്മളെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടില്ലേ. അപ്പം ആ ഒരു ഇതിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ 4:15 അപ്പോൾ ഇനി ആകെ 1 മണിക്കൂറേ നമുക്കിവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം കഴിയുന്നത്ര വേഗം ഓടിപ്പാഞ്ഞ് കാഴ്ചകളൊക്കെ കാണാൻ വിചാരിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ കരിയാത്തുംപാറയിലേക്ക് വന്നത് 3ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ. കാരണം ആദ്യത്തെ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇവിടേക്കായിട്ട് വന്നതല്ല, ഞങ്ങളിവിടെ എത്തിപ്പെട്ടതാണ്. അപ്പോൾ അന്ന് നമുക്ക് ഒരു 4 മണിക്കൊക്കെ ശേഷമാണ് ഞങ്ങൾ എത്തിയത്. അതുകൊണ്ട് അധിക സമയം ഇവിടെ നിൽക്കാനൊന്നും പറ്റിയില്ല. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ കണ്ടിട്ടും നമുക്ക് എത്രയായിട്ടും ഓരോ ഭാഗത്തെത്തുമ്പോഴും അവിടെ കൂടുതൽ സമയം ഇരിക്കാനൊക്കെ തോന്നുന്ന ഒരു സ്ഥലമാണ്. ഇങ്ങനെ ഓരോ മരങ്ങൾ, ഉണങ്ങിയ മരങ്ങൾ ഇങ്ങനെ വീണ് കിടക്കുക, നിറച്ച് പച്ച പുല്ലുകൾ, കാറ്റാടി മരങ്ങൾ, പിന്നെ നല്ല ക്രിസ്റ്റൽ ക്ലിയറായ വെള്ളം, ഉരുളൻ കല്ലുകൾ, പിന്നെ നല്ല ഭംഗിയുള്ള മീനുകൾ ഒക്കെ
ഒക്കെ ആയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ തോന്നാത്തൊരു സ്ഥലമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അപ്പുറത്തായിട്ട് ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടെന്ന് കണ്ടത്. ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം. പക്ഷേ നമുക്ക് അവിടെ ഒന്നും അധികം സമയം നിൽക്കാൻ പറ്റിയില്ല. സമയം ഒരു 5 മണി ആയപ്പോൾ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോരാൻ വേണ്ടി നിന്നു. കാരണം നമുക്കറിയാത്ത സ്ഥലമാണ്, ഞങ്ങൾ രണ്ടാളും ഒറ്റയ്ക്കാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം അവിടെ നിൽക്കാൻ പറ്റില്ല. 2 മണിക്കൂറോളം ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിലേക്ക്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം പോന്നു. പക്ഷെ പോരുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ പറഞ്ഞിരുന്നു, ഇനി വരുമ്പോൾ നമ്മളെല്ലാവരെയും കൂട്ടി ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ 2ാമത്തെ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പം ഇവിടെ വന്നിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത്. അന്ന് ഇവിടെ അടച്ചിട്ട് ഇരിക്കുകയായിരുന്നു. അന്ന് എന്തോ പ്രശ്നങ്ങളും അപകടമൊക്കെ ഉണ്ടായിട്ട് അന്ന് ഇവിടെ അടച്ചിട്ടിട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ കയറാൻ പറ്റാണ്ട് തിരിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ 3ാമത്തെ പ്രാവശ്യമാണ്. ഇന്ന് ഞങ്ങളെല്ലാവരെയും കൂട്ടി വന്നതാണ്. അന്ന് വന്നതിനേക്കാൾ ഒരുപാട് മാറ്റങ്ങളുണ്ട് കേട്ടോ. ഇപ്പം നല്ല വേനൽ സമയമായതുകൊണ്ടായിരിക്കും ഇവിടെ പുല്ലുകളൊക്കെ നല്ല കുറവാണ്. പിന്നെ അതുപോലെ തന്നെ വെള്ളം കുറവാണ്. അപ്പോൾ കുറേ കുട്ടികളൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. വെള്ളം കുറവായതുകൊണ്ട് തന്നെ അവർക്കൊക്കെ കളിക്കാൻ നല്ല സുഖമാണ്. പിന്നെ അന്നത്തെ അത്ര ഒരു ഭംഗി എനിക്ക് ഇപ്പോൾ തോന്നിയില്ല. അന്ന് പുല്ലുകളും എല്ലാമായിട്ട് നല്ലൊരു ഭംഗിയായിരുന്നു കാണാൻ. ഇപ്പോൾ നമുക്ക് ഭംഗിയുണ്ട്, എന്നാലും അന്നത്തെ അത്ര ഒരു ഫീൽ എനിക്ക് ഇപ്പോൾ തോന്നിയിട്ടില്ല. ഇവിടെ ഇപ്പം നോക്കുകയാണെങ്കിൽ ചുറ്റിലും മലകളും ഒക്കെ ആയിട്ട് നമുക്ക് ഇവിടെ ഏത് ഭാഗത്തുനിന്ന് ഫോട്ടോസ് എടുത്താൽ നല്ലൊരു ഫീൽ കിട്ടുന്നൊരു സ്ഥലമാണ്. നല്ല ഭംഗി തോന്നുന്നൊരു സ്ഥലമാണ്. ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ അന്ന് വന്ന സമയത്ത് ഇവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തിരുന്നു. അപ്പം ആ ഫോട്ടോസൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഒരുപാട് ഈ ഉണങ്ങിയ മരങ്ങളൊക്കെ ഇങ്ങനെ വീണ് കിടന്നിട്ട് അതിൻ്റെ മേലെ ഇരുന്നിട്ടും കുറ്റിമരങ്ങളായിട്ടും ഒക്കെ അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഫോട്ടോസ് എടുത്തിരുന്നു. ഇപ്പം അത്ര കുറ്റിമരങ്ങളൊന്നും അധികം അത്രയ്ക്കൊന്നും കണ്ടില്ല. എന്നാലും മരങ്ങളുണ്ട്, അവിടെ ഇരുന്നിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ അന്ന് നമ്മൾ ഫോട്ടോസൊക്കെ സ്റ്റാറ്റസും ഒക്കെ ഇട്ടപ്പം നമ്മളെ ഫ്രണ്ട്സ് ആയാലും നമ്മളെ റിലേറ്റീവ്സ് ആയാലൊക്കെ ഇങ്ങനെ ചോദിച്ചു, ഭയങ്കര തണുപ്പുള്ള സ്ഥലമല്ലേ എന്നൊക്കെ. പക്ഷേ സത്യം പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നും ഇവിടെ ഭയങ്കര ചൂടുള്ളൊരു സമയം. 4 മണിക്ക് ശേഷമാണ് ഇവിടെ എത്തിയത്. എന്നാലും ഭയങ്കര ചൂടാണ്, വെയിലാണ്. അപ്പോൾ ഉച്ച സമയത്തൊക്കെ നമുക്ക് വരുമ്പോൾ മരത്തിൻ്റെ തണലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ നിൽക്കാം. എന്നാലും ഭയങ്കര ചൂടാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഞങ്ങൾ അന്ന് വന്നപ്പോൾ കുതിര ഉണ്ടായിരുന്നു കേട്ടോ. ഒരു വെള്ളക്കുതിര ഉണ്ടായിരുന്നു, ഒരു കറുപ്പ് കുതിര ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുതിര സവാരിയൊക്കെ ഉണ്ടെന്ന് കേട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ കുതിരേനെ കാണുന്നില്ല. ഞങ്ങൾ വരുമ്പോൾ റോഡിൻ്റെ സൈഡിൽ കണ്ടിരുന്നു. ഇനി ഈ സമയം ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ഇനി ചൂടായതുകൊണ്ടാണോ എന്നും അറിയില്ല, എന്താണെന്നറിയില്ല. ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ കണ്ടില്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ കുറേ ഭാഗത്ത് വെള്ളമൊന്നുമില്ല കേട്ടോ. വേനലായതുകൊണ്ട് തന്നെ വെള്ളമില്ലാത്തൊരവസ്ഥയാണ്. ഈ ഭാഗത്തൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സ്ഥലമാണ്. നല്ല വെള്ളമുള്ള സമയമാണെങ്കിൽ ഇവിടെയൊക്കെ വെള്ളമായിരിക്കും. ഇപ്പം നമുക്ക് ഈ ഭാഗത്ത് കൂടിയൊക്കെ അപ്പുറത്തേക്ക് കിടക്കാം കേട്ടോ.
സമയം 5:30 കഴിഞ്ഞു. ഞങ്ങൾ കരിയാത്തുംപാറയിനോട് ടാറ്റ പറഞ്ഞ് തോണിക്കടവിലേക്ക് പോവാണ് കേട്ടോ. തോണിക്കടവിലേക്ക് ഞങ്ങൾ പോകണമെന്ന് വിചാരിച്ചിട്ടല്ല വന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെയും കൂടി പോകാമല്ലോ. ഞങ്ങളിതുവരെ തോണിക്കടവിൽ പോയിട്ടില്ല, ആദ്യമായിട്ടാണ് പോണത്. അപ്പോൾ നമുക്ക് അവിടുത്തെ കുറച്ച് കാഴ്ചകളും കൂടി കാണാം കേട്ടോ. തോണിക്കടവിൽ നമ്മൾ കിടക്കാൻ പോയപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ആ ടിക്കറ്റ് കാണുന്നില്ലായിരുന്നു. അപ്പോൾ ആരുടെ കയ്യിലാണ് അത് എത്തിയത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ ഇനിയിപ്പം കയറാൻ പറ്റുമോ ഇല്ല എന്നുള്ളൊരു സംശയത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് ആ ടിക്കറ്റ് കിട്ടി. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറി. ഇവിടെ നമുക്ക് 7 മണി വരെ ഉണ്ടാവും കേട്ടോ. കരിയാത്തുംപാറയിൽ ഒന്നാമത് ലൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്, അവിടെ മൃഗങ്ങളൊക്കെ ഇറങ്ങുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത്ര 5:30 വരെ അവർ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് 7 മണി വരെ നിൽക്കാൻ പറ്റും. ഇവിടെ ലൈറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എന്തൊക്കെ കാഴ്ചകളാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് കടക്കുകയാണ്. തോണിക്കടവിലേക്ക് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബോർഡ് കാണാം കേട്ടോ. അപ്പോൾ ഉള്ളിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് മെയിനായിട്ടൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, പിന്നെ ബോട്ട് ചെട്ടി ഉണ്ട്. അവിടെ ബോട്ട് സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടില്ല, ഇനി അത് വേഗം തന്നെ തുടങ്ങാൻ മതിയാവും. പിന്നെ ഇവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഉള്ളിൽ നമുക്ക് ഒരു കഫേ പോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്കിവിടെ ചുറ്റിലും നടന്നിട്ട് പുഴേൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാം. കുറച്ച് നേരം അവിടെ ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട്. അവിടെ ഇരുന്നിട്ട് നമുക്ക് പുഴേൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ടൊക്കെ ഇരിക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ബോറടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊരു കുഞ്ഞി പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഊഞ്ഞാലായിട്ടും അങ്ങനെ ഒരു ചെറിയ രീതിയിൽ നമുക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു സ്ഥലം കൂടിയുണ്ട്. ഇതൊക്കെ നമുക്ക് കയറി വരുമ്പോൾ തന്നെ ബോർഡിൽ കാണാം കേട്ടോ. ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. അപ്പം ഞങ്ങൾ തോണിക്കടവിലേക്ക് കയറി വന്നപ്പോൾ തന്നെ കണ്ടൊരു മൊത്തം വ്യൂ ആണ് കേട്ടോ അത്. തോണിക്കടവിലേക്ക് കയറുമ്പോൾ തന്നെ ഇടത്തെ ഭാഗത്തായിട്ട് കാണുന്ന ഈ ഒരു ബിൽഡിങ്ങിലാണ് കേട്ടോ ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. കയറുമ്പോൾ തന്നെ നമുക്ക് ആ വ്യൂ പോയിൻ്റ് ഉയരത്തിൽ കാണാൻ പറ്റും കേട്ടോ. അതിൻ്റെ ചുറ്റിലായിട്ടാണ് നമുക്ക് ഓരോ കാഴ്ചകളായിട്ട് കാണാനുള്ളത്. കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ചുറ്റിലും പുഴയാണ്. അപ്പോൾ ഓരോ ഭാഗത്തും നമുക്ക് പോയിട്ട് പുഴയുടെ ഭംഗിയൊക്കെ ആസ്വദിക്കാം. ഇപ്പോൾ ബോട്ട് സൗകര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾക്ക് കളിക്കാനുള്ള കളി സ്ഥലം ഉണ്ടെന്ന്. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് കളിക്കാനുള്ള സ്ഥലം. അമ്മയാണ് മുന്നിൽ പോണത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളും വീഡിയോ എടുത്ത് വരുമ്പോൾ അമ്മ ഞങ്ങളിങ്ങനെ നോക്കി നോക്കി നടക്കുകയാണ്.
ഞങ്ങൾ ജാനിമോൾക്ക് ഭക്ഷണമൊക്കെ എടുത്തിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് അവൾക്ക് വിശപ്പ് തുടങ്ങി അവൾ ആകെ മാറും. അപ്പോൾ അതിനു മുമ്പേ ഞങ്ങൾ അവിടെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് അവൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു. ഞങ്ങൾ ജാനിക്കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രേക്ക് എടുത്തതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഇവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇനി മോളൂസിന് കുറച്ച് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് പോകണം. ആദ്യമൊക്കെ അവൾക്ക് വിശന്ന് കഴിഞ്ഞാൽ അവൾ കഴിക്കും, അല്ലെങ്കിൽ കുറച്ചൊരു പാടാണ് തീറ്റിക്കാൻ. കൊടുക്കൽ യജ്ഞത്തിൽ എല്ലാവരും പങ്കുചേർന്നിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളോട് കൂടിയിട്ട് ആ യജ്ഞം ഞങ്ങൾ പൂർത്തിയാക്കി. ജാനിക്കുട്ടിയെ വളരെ വിശാലമായി പറ്റിച്ചുകൊണ്ട് അങ്കി മുഴുവൻ അവളെ കൊണ്ട് കഴിപ്പിച്ചു. ഇവിടെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഉള്ളിലേക്കായിട്ട് ഇങ്ങനൊരു ഭാഗം കാണാം. അപ്പോൾ അവിടെ നമുക്ക് കയറിക്കഴിഞ്ഞാൽ പുഴയും അതുപോലെ തന്നെ കണ്ടൽക്കാടുകളൊക്കെ ഭംഗി കുറച്ചും കൂടി അടുത്ത് കണ്ട് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞങ്ങൾ പടികൾ കയറിയിട്ട് ആ വ്യൂ പോയിന്റിലേക്ക് കടക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ മേലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അത് കണ്ട് കുറച്ച് നേരം നിൽക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കയറുകയാണ്.
ഞങ്ങൾ സ്റ്റെപ്പുകൾ കയറി മേലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം മേലെത്തിക്കഴിഞ്ഞാൽ താഴേക്ക് നോക്കുമ്പം ഒരു രസമാണ്. താഴെ കയറി വരുന്ന ആൾക്കാരെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഇത്രയും കയറി എത്തിയല്ലോ എന്നുള്ളൊരു എന്തോ ഒരു പ്രത്യേക ഫീലാണ്. അപ്പോൾ ഇതാണ് മേലെ നിന്നും താഴേക്കുള്ളൊരു വ്യൂ. ഇവിടെ നമുക്ക് ചുറ്റിലും നടന്നിട്ട് കാഴ്ചകൾ ഇങ്ങനെ കാണാൻ പറ്റും. ചുറ്റിലും മലകളാണ്. അപ്പോൾ ഓരോ ഭാഗത്തെത്തുമ്പോഴും ഓരോ കാഴ്ചകളായിട്ട് നമുക്ക് കാണാൻ പറ്റും. മേലെ എത്തിയപ്പോൾ ഞാനും ചേച്ചിമാരും അമ്മയൊക്കെ ഭയങ്കര തിരക്കിലായിരുന്നു കേട്ടോ. കാരണം ഓരോ ഭാഗത്തെത്തിയപ്പോഴും ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു. പക്ഷേ ഏട്ടനാണെങ്കിൽ ഫോട്ടോസ് എടുക്കാനുള്ള നേരമില്ലായിരുന്നു. ഏട്ടൻ ഫുൾ വീഡിയോ എടുക്കുന്ന തിരക്കിലായിരുന്നു. ഞങ്ങൾ പിന്നെ ഓരോ ഭാഗത്തുനിന്നും ഫോട്ടോസ് എടുത്ത് നമുക്ക് സ്റ്റാറ്റസ് ഇടണ്ടേ, ആ ഒരു മൈൻഡിലായിരുന്നു. ഇതോടുകൂടിയിട്ട് തോണിക്കടവിലെ കാഴ്ചകളിവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇത്രയൊക്കെ ഇവിടെ കാണാനുള്ളൂ. അപ്പോൾ ഞങ്ങൾ 7 മണിക്ക് മുമ്പ് തന്നെ ഇവിടുന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. കാരണം ഈ ഒരു വ്യൂ പോയിൻ്റാണ് മെയിനായിട്ട് ഇവിടെ കാണാനുള്ളത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചുറ്റും നടന്നിട്ട് കാഴ്ചകൾ കാണാം. അതും അത്രയ്ക്കൊന്നുമില്ല, ആ പുഴേൻ്റെ ഭാഗത്തുള്ള കാഴ്ചകൾ തന്നെയേ ഉള്ളൂ. പിന്നെ ബോട്ട് സർവീസ് വരുമ്പോൾ കൂടുതൽ ആക്റ്റീവാകും തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ 7 മണിക്ക് മുമ്പ് തന്നെ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ തോണിക്കടവിൽ നിന്ന് നമുക്ക് വിടാനുള്ള സമയമായി തുടങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും സ്റ്റെപ്പൊക്കെ കയറി നടന്ന് ക്ഷീണിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്കുള്ള അനുഭവങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞൊക്കെ ഇരുന്ന് കേട്ടോ. പിന്നെ അവിടുത്തെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് നമ്മൾ വെള്ളമൊക്കെ വാങ്ങി കുടിച്ച് ഇനി വീട്ടിലേക്ക് തിരിച്ചു പോരാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഞങ്ങൾ കണ്ട കാഴ്ചയിലൂടെയും ഞങ്ങളുടെ കൊച്ചു സന്തോഷങ്ങളിലൂടെയുള്ള ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആ ഒരു വിശ്വാസത്തോടുകൂടി ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് വരാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. ടാറ്റാ.